ഡിജിറ്റൽ പരിശോധനയ്ക്ക് പറ്റിയ രീതിയിലുള്ള വോട്ടർ പട്ടിക വേണം പ്രസിദ്ധീകരിക്കാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് കർണാടകയിലെ ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തില് അവിടുത്തെ ക്രമക്കേടുകൾ പരിശോധിക്കാൻ വേണ്ടി അവർ ചോദിച്ച ഡിജിറ്റൽ രേഖകളാണ്. പക്ഷെ കിട്ടിയത് കടലാസ് രേഖകളാണ്. ടൺ കണക്കിനുള്ള കടലാസുകൾ. അത് ഓരോന്നും പരിശോധിച്ച് ഓരോ വോട്ടറുടെയും കാര്യങ്ങൾ പരിശോധിച്ച് അങ്ങനെ ക്രമക്കേട് കണ്ട ആളുകളുടെ വീട്ടിലെത്തി, അല്ലെങ്കിൽ 80 വോട്ട് ഒരു മേൽവിലാസത്തിൽ ചേർത്തിട്ടുണ്ട് എന്ന് കണ്ടെങ്കിൽ ആ മേൽവിലാസത്തിലെത്തി ഇരട്ട വോട്ടുകൾ അങ്ങനെ ഓരോരുത്തരെയും ചെന്ന് കണ്ടാണ് 6 മാസം കൊണ്ട് 40 ആളുകൾ പ്രവർത്തിച്ച് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. രാഹുൽ ഗാന്ധിയുടെ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ, അതായത് ബംഗളൂരു സെൻട്രൽ എന്ന നിയോജക മണ്ഡലത്തിലെ രേഖയുണ്ടാക്കിയത്. അപ്പൊ ഇപ്പൊ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ മുഴുവൻ വോട്ടർ പട്ടിക അത് ഡിജിറ്റൽ രൂപത്തിൽ കിട്ടിയാൽ എത്രത്തോളം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും അങ്ങനെ ക്രമക്കേട് വഴിയാണ് അല്ലെങ്കിൽ വോട്ട് കൊള്ള വഴിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതെന്നും 15 മിനിറ്റ് കൊണ്ട് തെളിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ കേസിൽ, ഇത് വ്യത്യസ്തമായ കേസാണ്. ഈ 65 ലക്ഷം ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ കാര്യത്തിൽ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ രേഖകൾ നൽകാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.